തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും ഭൂചലനം അനുഭവപ്പെട്ടു. 2.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് തൃശൂരിൽ അനുഭവപ്പെട്ടത്. പ്രകമ്പനത്തിൽ കുന്നംകുളം ആർത്താറ്റ് മേഖലയിൽ പല വീടുകൾക്കും വിള്ളലുണ്ടായി. തുടർച്ചയായ 2ാം ദിവസമാണ് ഇരു ജില്ലകളിലും ഭൂചലനം ഉണ്ടാകുന്നത്. തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും ഭൂചലനം അനുഭവപ്പെട്ടു. പുലർച്ചെ 3:55 ഭൂചലനമുണ്ടായത്. 2.9 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. കുന്നംകുളം, എരുമപ്പെട്ടി, വേലൂർ, വടക്കാഞ്ചേരി മേഖലകളിലാണ് കാര്യമായ ഭൂചലനമുണ്ടായത്. ഭൂചലനം ഏതാനും സെക്കൻഡുകളോളം നീണ്ടുനിന്നു. ആർത്താറ്റ് മേഖലയിൽ വീടുകൾ തകർന്നിട്ടുണ്ട്. ഒരു കുലുക്കം പോലെ കട്ടിലിന്റെ മുകളിൽ കിടക്കുമ്പോൾ ഒരു തെർമച്ചൊക്കെ ഉണ്ടാവില്ലേ, ഭയങ്കരമായിട്ട് വിണ്ട് പൊളിഞ്ഞ് വീണതൊക്കെ നിലത്തതില് കൂടുതലായിട്ട് ഇന്നിപ്പോൾ ഈ ഇതിന്നിപ്പോൾ പുലർച്ചയ്ക്ക് ഉള്ളതിലുണ്ടായിട്ടുള്ള സൺസൈഡ് ഇത്രയും നീളം പൊട്ടി. ഇത്രയും ഇത് പറ്റിയ കാരണം കൊണ്ട് അവർ വന്നിട്ട് എങ്ങനെ ഏത് വഴിക്ക് അത് ചെരിഞ്ഞ് വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്ക് വേറെ മാറിപ്പോകാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ഒരു എളുപ്പമല്ല ഞങ്ങൾക്ക്. ഞാൻ മാറിപ്പോയിട്ട് വേറെ വീട് വാടക എടുത്താൽ അല്ലെങ്കിൽ വേറെ ജീവിക്കാൻ എളുപ്പമല്ല. അന്നത്തെ കാര്യത്തിന് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കത് മാറ്റണം. കാര്യങ്ങൾ ഞങ്ങൾക്കത് നേരെയാക്കി കിട്ടണം. പാലക്കാട് ജില്ലയിൽ വീണ്ടും ഭൂചലനമുണ്ടായി. തൃത്താല, തിരുമിറ്റക്കോട്, ആനക്കര മേഖലകളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. പുലർച്ചെ 3:55 തന്നെയായിരുന്നു ഇവിടെയും ഭൂചലനം. ഇന്നലെ രാവിലെ 8:15 തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. റിപ്പോർട്ടർ, തൃശൂർ.